ഹലോ മൈ ഡിയർ ആസ്പിരൻസ്, ഡിഗ്രി പഠിക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യത നേടുന്നതിന്റെ മുൻപ് നമുക്ക് ഏതൊക്കെ കേന്ദ്ര സർക്കാർ പരീക്ഷകൾ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയാണ്. SSC CHSL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്. SSC CHSL എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലൂടെ എനിക്ക് നിയമനം ലഭിക്കാൻ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് SSCയുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. +2 യോഗ്യത മതി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അടുത്ത പ്രധാനപ്പെട്ട പരീക്ഷയാണ് MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. വിവിധ കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെ MTS എന്ന് പറയുന്ന തസ്തികയിലോട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ SSC നടത്തുന്ന ഈ പരീക്ഷയിൽ പ്രതിവർഷം 5000 മുതൽ 10000 വേക്കൻസി വരെ എല്ലാ വർഷവും വരുന്ന ഒരു പരീക്ഷയാണ്. നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിഫോം ഇട്ട CRPF-ലോ BSF-ലോ CISF-ലോ SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. കേരളത്തിലൊക്കെ വളരെ കുറഞ്ഞ കട്ട് ഓഫ് വരുന്നാൽ എന്നാൽ ഒരുപാട് ഒഴിവുകൾ വരുന്ന ഒരു പരീക്ഷയാണ് GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ. പ്രായപരിധി വളരെ ചെറുതാണ്. അതായത് ഒരു 23 വയസ്സ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷിക്കാൻ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മത്സരം അവിടെ തന്നെ ഒഴിവായി പോകുന്ന ഒരു പരീക്ഷയാണ്. അതേപോലെ സ്റ്റെനോഗ്രാഫർ പരീക്ഷ 12ാം ക്ലാസ് യോഗ്യതയാണ് SSC സ്റ്റെനോഗ്രാഫർ പരീക്ഷ. മറ്റ് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, SSCയുടെ മാത്രമല്ല, നിങ്ങൾക്ക് റെയിൽവേ RRB നടത്തുന്ന NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ, അതുപോലെ റെയിൽവേയുടെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. അതുപോലെ നിങ്ങൾക്ക് റെയിൽവേ തന്നെ നടത്തുന്ന ഗ്രൂപ്പ് D പരീക്ഷ, റെയിൽവേയുടെ ഗ്രൂപ്പ് D പരീക്ഷ അപേക്ഷിക്കാനും നിങ്ങൾക്ക് ഡിഗ്രിയുടെ യോഗ്യതയൊന്നും വേണ്ട. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്ക് റെയിൽവേയിൽ ഗ്രൂപ്പ് D ആവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി എയർപോർട്ട് അതോറിറ്റിയുടെ ജൂനിയർ അസിസ്റ്റന്റ്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള, ഒരുപാട് ജോലിഭാരം കുറവുള്ള, ജോലിഭാരം ഇല്ല എന്ന് തന്നെ പറയാം, എയർപോർട്ട് അതോറിറ്റിയുടെ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് 12ാം ക്ലാസ് യോഗ്യതയുള്ളൂ. ഒരുപാട് സാലറി വാങ്ങാൻ പറ്റും. ഒരുപാട് ടെൻഷനോ പ്രഷറോ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരുപാട് കുട്ടികൾ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ, നിങ്ങൾക്ക് എയർ ട്രാഫിക് കൺട്രോളർ ATC ആവാനുള്ള ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഒരുപാട് സാധ്യതയുള്ള ഒരു പരീക്ഷയാണിത്. ഡീറ്റെയിൽ ആയിട്ട് ഈ എല്ലാ പോസ്റ്റുകളെ പറ്റിയും പരീക്ഷകളെ പറ്റിയും നമ്മൾ ഇനിയൊരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങളോട് ഞാൻ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു.